ഹായ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ചിക്കൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ എന്താ തുടങ്ങിയാലോ? അപ്പോൾ ഇതിനാവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങ, പിന്നെ തേങ്ങാപ്പാലും. ഇത് ഒരു മുറി തേങ്ങയുടെ പാലാട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ്റെ ചെസ്റ്റിൻ്റെ പീസും ലെഗിൻ്റെ പീസും ആട്ടോ എടുത്തത്. അപ്പൊ നമ്മളിപ്പോ എടുത്തു വെച്ച മസാലയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണേ. നമ്മളെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ നല്ല പ്രത്യേക തരം ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പൊ ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളെ ഈ ചിക്കൻ പൊള്ളിക്കുമ്പോൾ തേങ്ങാപ്പാലിലൊക്കെ ആട്ടോ പൊള്ളിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിന്. ഈ പ്രത്യേകിച്ച് ഈ മസാലയൊക്കെ മൂപ്പിച്ചിട്ടാണ് നമ്മൾ മസാല അതിനകത്ത് ഇടുന്നത്. അത് തന്നെ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പം നമ്മൾ അധികം ഇത് കഴിക്കാൻ നിൽക്കണ്ട. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഈ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മസാല ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഈ മസാലയില്ലേ നമുക്ക് ചിക്കൻ്റെ അകത്ത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ചിക്കൻ ഇങ്ങനെ വരയണം കേട്ടോ. ശരിക്കും ഉള്ളിലേക്ക് എത്തണം. അപ്പോഴാണ് മസാലയൊക്കെ ശരിക്കും നമുക്ക് ചിക്കനിലേക്ക് പിടിക്കും. അപ്പം മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കുറഞ്ഞതൊരു 1-2 മണിക്കൂറെങ്കിലും വെക്കണേ. കൂടുതൽ സമയം വെക്കാൻ പറ്റിയാൽ അതായിരിക്കും നല്ലത്. അതിൻ്റെ ഇടയിലൂടെ അമ്മ പൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂരിയും ചിക്കനാണ് ഇന്ന്. ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ സ്ലോ കുക്ക് ചെയ്തെടുക്കേണ്ട സാധനം കേട്ടോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കനൊക്കെ ആ ഒരു ജ്യൂസി ടൈപ്പിലൊന്നും കിട്ടൂല, ഭയങ്കര ഉറപ്പായിപ്പോവും. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പാത്രത്തിൽ വാഴയില വെച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചിക്കൻ എടുത്ത് വെക്കുക. ചിക്കൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് വെക്കുക. ഇതാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. തേങ്ങാപ്പാലിലൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഒരു രക്ഷയില്ലാടാ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും മസാല മൂപ്പിച്ചതായതുകൊണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര ജ്യൂസിയാണ്, കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ ഭയങ്കര ജ്യൂസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടാണ് ഇത്. അപ്പം പൂരി അങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെയൊക്കെയാണ് ഇത് പോവുക. ചോറിൻ്റെ കൂടെ അത്ര വർക്കാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.